നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ബോൺ നഥാലെ അല്പസമയത്തിനകം നടക്കും. 15,000-ൽ പരം ക്രിസ്മസ് പാപ്പാമാർ പങ്കെടുക്കുന്ന മെഗാ ബോൺ നഥാലെയാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. 107 ഇടവകകളിൽ നിന്നുള്ള ക്രിസ്മസ് പാപ്പാന്മാർ ബോൺ നഥാലയുടെ ഭാഗമാകും. 60 അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏദൻ തോട്ടവും 21 നിശ്ചല ദൃശ്യങ്ങളുമാണ് ഇത്തവണത്തെ ഹൈലൈറ്റ്. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളും കാഴ്ചകളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ബോൺ നത്താലേക്ക് വേണ്ടി ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇടവകകളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ സൈക്രഡ് ഹാർട്ട് സ്കൂളിലാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ആളുകൾ ഇവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ വർഷവും ക്രിസ്മസിന് ശേഷം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി എന്നോണമാണ് ഈ ബോൺ നത്താലെ ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അങ്ങനെ പ്രായഭേദമന്യേ പല കലാകാരന്മാരുൾപ്പെടെ ഇത്തവണയും ബോൺ നത്താലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഓരോ തവണയും ഇങ്ങനെ ഈ പപ്പാഞ്ഞിമാരുടെ വേഷം കെട്ടി ക്രിസ്മസ് പാപ്പമാരുടെ വേഷം കെട്ടിയൊക്കെ എത്താറുണ്ട്. എവിടെന്നാ വരുന്നത്? ആണോ? ഈ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചുപൊളിച്ചു? ഇത്തവണത്തെ ബോൺ നത്താലെ എങ്ങനെയാ? എത്ര പേരൊക്കെ ഉഷാറായി സ്റ്റെപ്പൊക്കെ പഠിച്ചാ? പാട്ടൊക്കെ പാടൂ? രാജരാജൻ ഭുജാതനായി ലോകരക്ഷകനാഥ് ആഗതനായി ബോൺ നത്താലെ മാറ്റുളിയോടെ തൃശ്ശൂർ പേരോ ഉണരുകയായി. കൊട്ടും പാട്ടും കുഴവിളിയോടെ ആനന്ദത്തിൻ ആർപ്പുകളോടെ സാന്റാക്ലോസ് നിരനിരയോടെ ആട്ടമാടി പാടി തകർക്കായി ബോൺ 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 നത്താലെ ബോൺ 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 നത്താലെ ബോൺ 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 നത്താലെ ബോൺ 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 നത്താലെ. അടിപൊളി. എന്തായാലും പേരെന്താ മോന്റെ? ആൽജിൻ. അപ്പൊ ആൽജിന്റെ ആണ് ബോൺ നത്താലയുടെ അടിപൊളി ഒരു പാട്ട് നമ്മൾ കേട്ടത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ, ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ബോൺ നത്താലേക്ക് ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഏകദേശം 5 മണിയോട് കൂടിയാണ് ഫ്ലാഗ് ഓഫ് എന്തായാലും നടക്കുക. അതിനുശേഷം എല്ലാ നിശ്ചല ദൃശ്യങ്ങളും എല്ലാ ഇടവകകളിൽ നിന്നുള്ള ഈ ക്രിസ്മസ് പാപ്പാമാരും എല്ലാം തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. സ്വരാജ് റൗണ്ട് ചുറ്റിയതിന് ശേഷം വൈകുന്നേരം 8 മണിയോട് കൂടിയാണ് ഈ ബോൺ നത്താലേക്ക് പരിസമാപ്തിയാവുക. എനിക്ക് തോന്നുന്നു ലിഷോയ്, അവരോടൊക്കെ സംസാരിക്കാൻ നോക്കണം. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. എല്ലാവരും സംസാരിക്കാൻ തയ്യാറാണെന്ന് തോന്നുന്നു. തീർച്ചയായും എല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബോൺ നത്താലേക്ക്? സ്റ്റെപ്പുകളൊക്കെ പഠിച്ചാ? എല്ലാവരും എവിടെന്നാ? അമ്മമാര് നന്നായിട്ട് കളിക്കോ? അന്നൊരു സ്റ്റെപ്പ് ഇട്ടാലോ? കുട്ടികള് പാട്ട് പാടും, അമ്മമാര് സ്റ്റെപ്പ് ഇടും. ഓക്കെ അല്ലേ? പഠിക്കോ ബോൺ നത്താലെ പാട്ട്? പാട്ടില്ലേ? കേട്ടില്ലേ? വൈബാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രായവ്യത്യാസമൊന്നുമില്ല. അമ്മമാരുണ്ട്, അമ്മമാര് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാവരും തന്നെ ഉണ്ട്. പള്ളിയിൽ നിന്നും എല്ലാം വിവിധ ഇടങ്ങളിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി എന്നോണം തന്നെയാണ് ഇവിടെ ബോൺ നത്താലെ നടക്കുന്നത്. അതിൽ നിശ്ചല ദൃശ്യങ്ങളും വളരെ മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളും ഇത്തവണയും ഒരുപാട് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ പിന്നെ പൊളിക്കല്ലേ നമ്മള്? പൊളിക്കാള് തീർച്ചയായും കണ്ടില്ലേ? എന്തായാലും ആഘോഷങ്ങൾ ന്യൂ ഇയറിന് മുമ്പുള്ള ഒരു അടിച്ചു പൊളിയാണ് ഇവിടെ എന്തായാലും കാണുന്നത്. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ? 15,000 ആളുകൾ, അത് കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാ പ്രായത്തിലുള്ള ആളുകൾ ക്രിസ്മസ് പാപ്പാമാരുടെ വേഷം കെട്ടി ബോൺ നത്താലെ ആഘോഷങ്ങൾക്കായി തയ്യാറായി കഴിഞ്ഞു. നിശ്ചല ദൃശ്യങ്ങൾ, മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളൊക്കെ തയ്യാറാണ്. അപ്പം ഇനി 5 മണിയോടുകൂടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും വേഷം കെട്ടി കഴിഞ്ഞു. ഇനി പാട്ടുപാടി താളം ചവിട്ടാനുള്ള നിമിഷങ്ങൾ. പക്ഷേ കുഞ്ഞു പാപ്പാമാരൊക്കെ ഭയങ്കര സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെയാണ്.
തീർച്ചയായും എല്ലാവരും തന്നെ വളരെ വലിയ ആവേശത്തിലാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പാട്ട് വെച്ച് ഓരോ ഇടങ്ങളിലും പ്രത്യേക സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടുകളിൽ കൃത്യമായി ഈ ബോൺനത്താലയുടെ ഗാനമുണ്ട്. ആ ഗാനം വെക്കും. അതിനൊത്ത് ഇവരെല്ലാവരും ഇനി ചുവട് വെക്കും എന്നുള്ളതാണ്. കൃത്യമായി സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ പാട്ടിനൊത്ത് ചുവട് വെച്ച് ആണ് സ്വരാജ് റൗണ്ടിലൂടെ ഈ ബോൺനത്താല ആഘോഷങ്ങളെല്ലാം തന്നെ പോവുക. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് നമ്മൾ ഈ കാണുന്നത്. പല ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് അങ്ങോട്ടേക്ക് കടക്കാനായി, സ്വരാജ് റൗണ്ടിലേക്ക് എത്താനായി അല്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് മുന്നോടിയായി എല്ലാവരെയും കൃത്യമായി ഓരോരോ സംഘങ്ങളാക്കി തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണഗതിയിൽ പതിവ്. അതാണ് ഇവിടെ കാണുന്നത്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അതാണ് എന്തായാലും എല്ലാവരും തന്നെ. ഓക്കെ, ഈ സൈക്രഡ് ഹാർട്സ് സ്കൂളിലാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഈ ഓരോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് നേരെ ഈ സ്വരാജ് റൗണ്ടിനകത്തേക്ക് കിടക്കുക. എല്ലാ വർഷവും ക്രിസ്മസിന് ശേഷം വലിയൊരു ആഘോഷം തൃശ്ശൂരിൽ ഇങ്ങനെ നടക്കാറുണ്ട്. ആ ഒരു ആഘോഷം വളരെയേറെ ഇതിനങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക മതമോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഇതിനെ ആഘോഷിക്കാനായി എത്തുകയാണ്. എന്തായാലും അത്തരത്തിൽ ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ എല്ലാം തന്നെ കാണാനായി സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകം വേറെ തരത്തിലുള്ള കണ്ണടയൊക്കെ ഉണ്ട്. മോളെ ഇല്ലേ, ക്രിസ്മസ് പാപ്പാനിയുടെ കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട്. എവിടെന്നാ വരുന്നത് മോളെ? പേരെന്താ? ാണ്. കൂട്ടുകാരൊക്കെ ഇല്ലേ? എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് വന്നിരിക്കുക. ബോൺനത്താല സ്റ്റെപ്പൊക്കെ പഠിച്ചു. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബോൺനത്താല പാട്ട് അറിയോ? അറിയില്ല. അപ്പൊ എന്തായാലും ഇവരൊക്കെ കുനമൂച്ചിയുള്ള ടീമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെ അടുത്തും ഓരോ കണ്ണടകൾ, ഒരുപോലുള്ള കണ്ണടകളൊക്കെ ഉണ്ട്. അതായത് ഈ പല സംഘങ്ങളായാണ് വരിക. അപ്പോൾ ഓരോരുത്തർക്കും ഐഡന്റിറ്റിക്ക് വേണ്ടി ഇത്തരത്തിൽ പല ഞങ്ങളുടെ സംഘം ഏറ്റവും മികവാർന്ന ഒരു വേഷം ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായി തന്നെ പലരും ഒരുപോലെ ഒരേ രീതിക്ക് വസ്ത്രങ്ങൾ ധരിച്ച് ചില പ്രത്യേക കണ്ണടകളും തൊപ്പികളും അങ്ങനെയെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ബോൺനത്താലേക്ക് എത്താറുള്ളത്. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇനി കാണാനിരിക്കുന്നത് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ്. ബോൺനത്താലയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സീക്രഡ് ഹാർട്സ് അവിടെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഏകദേശം 15,000-ലധികം ആളുകൾ, അതിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. പല സംഘങ്ങളായി തിരിച്ചാണ് ഇവരുടെ യാത്ര. വലിയ ആവേശത്തിലാണ്. അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്തൊക്കെ ആ എനർജിയും ആവേശവും ഒക്കെ സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈശോ, എനിക്ക് തോന്നുന്നു കുട്ടിപ്പാപ്പാമാരാണ് കൂടുതലെന്ന്. പാട്ടുണ്ടോ? എന്തായാലും കുട്ടികളെ അങ്ങ് തകർക്കുകയാണ്. പലരും ക്രിസ്മസ് പാപ്പമാരായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മുഖങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷമൊക്കെ? എങ്ങനെയാണ്? അടിപൊളിയാണ്. അതെ, പാടും. കുറച്ച് ഇവർക്ക് ഒരു ചെറിയ പാട്ട് പാടണമെന്നാണ് പറയുന്നത്. പാടിക്കോട്ടെ. സെറ്റായോ? എല്ലാം സെറ്റായോ? അടിപൊളി. എന്തായാലും ഗപ്പിയിലെ പാട്ട് അവർ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അതിനൊപ്പം തന്നെ ചൂടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരോ സംഘങ്ങൾ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ആര് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി പലപ്പോഴും കേൾക്കുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, അത്രത്തോളം ആവേശമാണ് ഇവിടെ, അത്രത്തോളം ആർത്തിരമ്പുകയാണ് ഇവിടെ എല്ലാവരും. നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ബോൺനത്താലയ്ക്കുള്ള 5 മണിയോടുകൂടി ഇവരെല്ലാവരും സ്വരാജ് റൗണ്ടിലേക്ക് പുറപ്പെടും.